എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാർക്ക് പട്ടം നൽകാതിരിക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്നത് വിമത വൈദികരെന്ന് സീനിയർ വൈദികന്റെ വെളിപ്പെടുത്തൽ. ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഡീക്കന്മാർ തയ്യാറാണെങ്കിലും വിമത വൈദികരാണ് അതിന് സമ്മതിക്കാതെ സമ്മർദ്ദം ചെലുത്തി അവരെ അതിൽ നിന്ന് തടയുന്നതെന്ന് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി. ഡീക്കന്മാർ ഇത് നിങ്ങളുടെ വിളിയും ജീവിതവുമാണെന്ന് തിരിച്ചറിഞ്ഞ് ഗൗരവമായ പര്യാലോചന നടത്തണമെന്ന് ഫാദർ നെല്ലിശ്ശേരി അഭ്യർത്ഥിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ അച്ഛൻ പ്രായോഗിക നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. ഏറെ വിവാദമായ വിഷയത്തെ നെല്ലിശ്ശേരി അച്ഛൻ ഇങ്ങനെ വിലയിരുത്തുന്നു. എറണാകുളം അതിരൂപതയിലെ 2023-24 ബാച്ചിലെ ഡീക്കന്മാരുടെ പൗരോഹിത്യ സ്വീകരണം തീരുമാനമാകാതെ അനന്തമായി നീളുകയാണ്. അതിരൂപതയിലെങ്ങും യാതൊരു തടസ്സവുമില്ലാതെ സഭ നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന അർപ്പിക്കാൻ സാഹചര്യമുണ്ടായാലേ അവർക്ക് പട്ടം കൊടുക്കാവൂ എന്നതാണ് വത്തിക്കാന്റെ ഖണ്ഡിതമായ നിലപാട്. സീറോ മലബാർ സഭയുടെ സിനഡിന്റെ തീരുമാനവും അതുതന്നെയാണ്. ഡീക്കന്മാർ അതിന് തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാനും വിമത വൈദികരാണ് അതിന് സമ്മതിക്കാതെ സമ്മർദ്ദം ചെലുത്തി അവരെ അതിൽ നിന്ന് തടയുന്നത്. ഇതിന്റെ പേരിൽ പ്രചണ്ഡമായ വ്യാജ പ്രചാരണമാണ് അവർ അഴിച്ചുവിടുന്നത്. ഇതെല്ലാം സഭയുടെ അന്തരീക്ഷത്തെ വല്ലാതെ മലീമസമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അവർക്ക് പട്ടം കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? വളരെ നിഷേധാത്മകമായ ഒരു മനോഭാവം അവരിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കില്ലേ? എങ്ങനെയാണ് അവർക്ക് സഭയുടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ശുശ്രൂഷ ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ഡീക്കന്മാർ ഗൗരവമായ പര്യാലോചന നടത്തണം. ഇത് നിങ്ങളുടെ വിളിയും ജീവിതവുമാണ്. ഏതാനും വിമത കോമരങ്ങൾക്ക് പന്താടാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. വേറെ ഏതെങ്കിലും മിഷൻ രൂപതകളിൽ ചേർന്ന് പട്ടം സ്വീകരിക്കുന്ന കാര്യവും ആലോചിക്കാം. 4-5 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരികയും ആവാം. പ്രാർത്ഥനാപൂർവം ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണമെന്ന് നെല്ലിശ്ശേരി അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു.